പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരെയാണ് അദ്ദേഹം കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം പാർട്ടിയിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് ബോധപൂർവം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിന് അരുനിൽക്കാൻ പാർട്ടിയെ കിട്ടില്ല. അതേസമയം പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളത്. ഇതിപ്പോൾ സ്വാഭാവികമായ ഒരു പ്രക്രിയയിലൂടെ മനു തോമസ് പുറത്തു പോകുന്നു. എം വി ജയരാജൻ അത് കൃത്യമായി വിശദീകരിക്കുന്നു. പി ജയരാജൻ ഇതിലുള്ള താല്പര്യം എന്താണ് എന്നതൊരു ചോദ്യമല്ലേ? പി ജയരാജനും ഇദ്ദേഹവും തമ്മിൽ ഡയറക്റ്റ് ഒരു ഡയലോഗ് ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് ഈ സംരക്ഷണ കവചവുമായി ആകാശ് തില്ലങ്കേരിയും അർജുനായെങ്കിലും ഒക്കെ വരുന്നത്? അപ്പം അങ്ങനെ വന്നാൽ മനു തോമസിനെ തള്ളിപ്പറഞ്ഞ പി ജയരാജൻ ഇവരെ തള്ളിപ്പറയണ്ടേ? അങ്ങനെ എന്നെ കാവൽ നിൽക്കാൻ, എന്നെ പ്രതി എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന്. മധു, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പല നേതാക്കന്മാരും പല സ്ഥാപിത താല്പര്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇപ്പോൾ മനു തോമസിൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലെ പ്രശ്നം ആരംഭിക്കുന്നത് ഈ ഉന്നത നേതാക്കന്മാരുമായിട്ടല്ല, അദ്ദേഹത്തിനോടൊപ്പം കമ്മിറ്റിയിലുള്ള ഷാജറും അതുപോലെ ചിലരുമായിട്ടാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. പക്ഷേ അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോക്കസിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ വേറെ വലിയ നേതാക്കന്മാരിൽ നിന്ന് വരുന്നു. ഇത് ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും ഇതിന്മേലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയങ്ങളുടെയും പ്രസക്തി കുറച്ച് കണ്ടുകൊണ്ടല്ല, അദ്ദേഹം അത് ഉന്നയിക്കാൻ കാണിച്ച ആർജവത്തെയും കുറച്ച് കണ്ടുകൊണ്ടല്ല. അദ്ദേഹം അത് ഉന്നയിക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും പുറത്തു പോകേണ്ടി വന്നപ്പോൾ പോലും അതിനോട് സമരസപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമ്മൾ പല ആൾക്കാരിലും അത് കാണുന്നില്ല. നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇതിനോടൊന്നും യോജിപ്പില്ല എന്ന് നമ്മളോട് പറയുകയും നമുക്ക് ഏറെക്കുറെ അത് മനസ്സിലാവുകയും ചെയ്യുന്ന നേതാക്കന്മാർ പോലും കമ്മിറ്റികളിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാതെ മൗനമായി ഇരിക്കുന്നത് തങ്ങൾക്ക് ഇപ്പോഴുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരാൾ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലും ഒരു കരിയർ പാത്ത് തുറന്നു കിടക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വേണ്ട, ഞാൻ കട നടത്തി ജീവിച്ചോളാം എന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ മൗനമായിട്ട് നിശബ്ദനായി പോയ ഒരാൾ ഇപ്പോൾ സംസാരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് അവിടെ പല വിഷയങ്ങളുണ്ട്. പി ശശി പുറത്തു പോകാനിടയായ സംഭവങ്ങളിൽ പി ജയരാജൻ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഉള്ള ഒരു സ്പർദ്ധയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശ്രീ ശശി അവരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സ്ഥാനത്താണെന്നും ഏത് താല്പര്യത്തിൻ്റെ കൂടെയാണെന്നും നമുക്കറിയാം. അവിടെയും ഇത് പ്രകടമായി പുറത്തു വരാൻ പറ്റാതിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ പരാജയത്തെക്കുറിച്ച് ശ്രീ പി ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അത് തുറന്നു പറയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ അടങ്ങിയിരിക്കൂ എന്ന് പറയുക എന്നുള്ളതാണ്. അതായത് ഇവരാരും നമ്മൾ ഈ കാണുന്ന സമാധാനവും ഒന്നിച്ചു പോക്കും ഒന്നും ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെയോ എല്ലാവരും സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുന്നതോ ഒന്നുമല്ല. ഇവരെല്ലാം പരസ്പരം ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇത് പുറത്തു കൊണ്ടിരുന്ന കാര്യം. ഇതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരും ഓരോ താല്പര്യമാണ്. ഇവർക്ക് ആർക്കും പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരെല്ലാം തമ്മിൽ സന്ധി ചെയ്ത് സമരസപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് തെറ്റുമ്പോഴാണ് ഈ ചില കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇ പി ജയരാജൻ്റെ റിസോർട്ട്, വൈദേഹൻ റിസോർട്ടിൽ നിന്ന് അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ രമേഷ് കുമാർ എന്ന് പറയുന്ന ആള് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായി അച്ഛൻ്റെ ബിസിനസ് പങ്കാളിയാണ്. അപ്പോൾ ആ ധൈര്യത്തിലാണ് അദ്ദേഹം ചെന്നിട്ട് മറ്റ് നേതാക്കന്മാരുടെ അടുത്ത് ചെന്ന് ഈ വിഷയങ്ങൾ പറയുകയും ആ നേതാക്കന്മാരത് ശ്രീ പി ജയരാജൻ അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ചില കച്ചവടങ്ങൾ തെറ്റുമ്പോഴുണ്ടാകുന്ന കൂട്ടായ്മയിലെ വിള്ളലുകളാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതും മനു തോമസ് ഉന്നയിച്ച വിഷയങ്ങളുടെ പ്രസക്തിയോ അദ്ദേഹത്തിൻ്റെ ആർജവത്തെയോ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല. പക്ഷേ ഇപ്പോഴിത് ഉന്നയിക്കുന്നതിൻ്റെ പിറകിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയിരിക്കില്ല, അദ്ദേഹത്തെ അത് ഉപയോഗപ്പെടുത്തുക പോലും ആവാം.
അങ്ങനെ ചില താല്പര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും ബലമായി പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെ മറ്റു പല താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ വളരെ ശക്തിമത്തായി നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഈ പറയുന്ന ആളുകളും. അങ്ങനെ ഒരാൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ? അങ്ങനെ ഒരു ഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, അങ്ങനെ ഒരു ശക്തി സ്രോതസ്സിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് പാർട്ടിയിൽ തന്റെ വോയിസിന് ഇടമില്ല എന്ന് കണ്ടെത്തി പുറത്തു പോകേണ്ടി വരുമോ? മാധു, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരാളുടെ കൂടെ നിന്ന് അദ്ദേഹം തന്നെ സംസാരിക്കുമ്പോൾ ആ പദം ഉപയോഗിച്ചു. ഞാൻ ആരുടെയും കൂടെ നിന്ന് ഒരാളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതൊന്ന് മാത്രമല്ല, അങ്ങനെ ഈ പ്രശ്നങ്ങളും എങ്ങനെയാണ് ശാന്തമായി രമ്യമായി പോകുന്നതും അവസാനം പാർട്ടി വിരുദ്ധ ശബ്ദമായി ഇത് മുദ്ര കുത്തപ്പെടുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാരണഗതിയിൽ നടക്കുന്നത് പോലെയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ഞാൻ പറയാൻ വന്നത്, അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനോട് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം അവർക്കിത് പുതുമയല്ല, അവർക്കിതെല്ലാം ഇതിലും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അവരിത് ഉന്നയിക്കാതിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി തലത്തിലുള്ള തർക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം അത് ഉന്നയിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്കത് പുതുമയല്ല, അവർക്കിതറിയാം. പക്ഷെ ഇതിൽ കൊത്താത്തതിൻ്റെ കാരണം അവരിത് രമ്യതപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. ആ ഇക്വേഷൻ ഇപ്പോൾ തെറ്റി എന്നുള്ളതാണ്. തെറ്റിയപ്പോൾ ഇദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇദ്ദേഹം ആരുടെയെങ്കിലും കൂടെ നിൽക്കുകയോ അവർ നേരത്തെ മുതലേ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ തെറ്റിയൊരു ഘട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം കൂടി പൊടി തട്ടിയെടുത്ത് അത് ഉപയോഗിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം കട നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മാധു പരിശോധിച്ച് കട നടത്തുന്ന കാര്യം ശരിയാണ്. പാർട്ടി ഫുൾ ടൈമർ അങ്ങനെ മറ്റൊരു കാര്യത്തിന് പോകാമോ? മറ്റുള്ള പലരും ഭാര്യമാരുടെ പേരിൽ, മക്കളുടെ പേരിൽ ഒക്കെ സ്ഥാപനം തുടങ്ങുകയും അവരാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ശ്രീ ടി ജെ അഞ്ചലോസ് ഇലക്ഷൻ്റെ തലേദിവസം കാറ്റുകൊള്ളാൻ പോയി. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ പാർട്ടി ഫുൾ ടൈമറായിട്ട് PBയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. പാർട്ടി ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനെ നേരിടുകയും ഇന്ത്യ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്ന ഒരു പോരാട്ടം നടക്കുമ്പോൾ ഇദ്ദേഹം ടൂറിന് പോയതിനെക്കുറിച്ചോ? കട നടത്തിയാലേ പ്രശ്നമുള്ളൂ. ഉത്തരവാദിത്വം നിർവഹിക്കാതെ മറ്റ് പ്രവൃത്തിക്ക് പോവുക എന്നുള്ളതല്ലേ കുറ്റം. അപ്പോൾ PB അങ്ങനെ എന്താണ് ചെയ്തത്? ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആളില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇത് ചെയ്യാം. മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ മനു തോമസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ പാതകമാണ് പോളിറ്റ് ബ്യൂറോ അംഗം അത് ചെയ്യുന്നത്. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഈ ഇക്വേഷനുകൾ തെറ്റുന്നു എന്നും അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ വിഷയം. ശരി.